ഡാൻഡ്രഫ് ഷാംപൂ എന്ന് പറയുന്നത്. എന്താണ് ഈ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ എന്ന് പറയുന്നത്? അതായത് ഡാൻഡ്രഫിന് എതിരെ പ്രവർത്തിക്കാനായിട്ടുള്ളതാണ് അല്ലെ. അതാണ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഡാൻഡ്രഫ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇപ്പം ഒ പിയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് രോഗികളാണ് ഡാൻഡ്രഫ് മൂലം മുടി കൊഴിച്ചിലായിട്ടും അതേപോലെ തന്നെ മുഖത്ത് നെറ്റിയില് പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഒരു അറ്റത്തിലായിട്ട് ഒരുപാട് കുരുക്കൾ, കുഞ്ഞു കുഞ്ഞു കുരുക്കളായിട്ട് വരുന്നത്, മുതുക്കിലെ കുരുക്കള്, കക്ഷത്തില്, തുടകളിലുമൊക്കെ കുരുക്കളായിട്ട് വരുന്നത്. അതേപോലെ പുരുഷന്മാര് പറയുന്ന വലിയൊരു പ്രശ്നമാണ് ബ്ലാക്ക് കളർ ഷർട്ട് ഇടുമ്പോഴത്തേക്കും ഫുൾ വൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് തരി പോലെ ഈ ഡാൻഡ്രഫ് വന്ന് ഷർട്ടിൽ ഇരിക്കുന്നു. അപ്പൊ അത് ഭയങ്കര അവർക്കൊരു പ്രശ്നമാണ് എന്നുള്ളത്. ഈ ഒരു ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ ഒരു രോഗത്തെക്കാൾ ഉപരി ഇന്നൊരു സൗന്ദര്യത്തെ ഒരു ഹനിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇത് അല്ലെ ഈ ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഈ ഒരു ഡാൻഡ്രഫ് കൂടുതലായിട്ടും 13 മുതൽ 45 വയസ്സിന്റെ ഇടയിലാണ് കാണുന്നത്. സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലും ആണുങ്ങളിലാണ് ഇത് കാണുന്നത്. കുറച്ചുകൂടി അധികമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നമുള്ളവർക്കും എന്തെങ്കിലും തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഉള്ളവർക്കും ഒക്കെയാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പം എന്താണ് ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ സ്കിൻ കെയറിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സ്കിൻ സെല്ല് എന്ന് പറയുന്നത് ഓരോ അവറിലും പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഷെഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പം കണക്കുകൾ പറയുന്നതും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു സ്കിൻ സെൽസ് പോകുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പോകുന്നത് പോലെ തന്നെ നമ്മുടെ ഹെയറിലുള്ള കോശങ്ങൾ, സ്കാൽപ്പിലുള്ള സെൽസും പോയിക്കൊണ്ടേയിരിക്കുന്നു, അതായത് ഷെഡ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സ്കാൽപ്പിലെ ഹെയർ എങ്ങനെയാണ് പോകുന്നത്, എപ്രകാരമാണ്? കണക്കുകൾ പറയുന്നത് 4,80,000 മുതൽ 5 ലക്ഷം വരെയാണ് ഈ സ്കാൽപ്പിലുള്ള സെൽസ് പോയിക്കൊണ്ടേയിരിക്കുന്നത്, കൊഴിഞ്ഞു പോകുന്നത് എന്നാണ്. ഇത് 8 ലക്ഷം മുതൽ 10 ലക്ഷം ആകുമ്പോഴത്തേക്കുമാണ് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കോശങ്ങൾ ഇങ്ങനെ പോകുന്നത്, അപ്പം പഴയ സെൽസ് പോയി പുതിയ കോശങ്ങൾ അടിയിൽ നിന്നും വരുന്നു, അത് ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരിലും നടക്കുന്നതാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി വേഗത്തിൽ നടക്കുമ്പോഴാണ് രോഗമായിട്ടത് മാറുന്നത്, ഈ ഒരു ഡാൻഡ്രഫ് ആയിട്ട് മാറുന്നത്. അപ്പൊ അത് തന്നെ നമ്മളുടെ ഡെഡ് ആയിട്ടുള്ള കോശങ്ങളാണ്. നമ്മളുടെ സ്കിന്നിൽ നിന്നും, നമ്മുടെ തലയോട്ടിയിൽ നിന്നും, തലയിൽ നിന്നും അത് പോകാതെ മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയും അതോടൊപ്പം തന്നെ സെബം ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മുഖത്ത് സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്, സെബം അല്ലെങ്കിൽ ഓയിൽ ഉണ്ട്, അതേപോലെ തന്നെ തലയിലുമുണ്ട് സെബം. അപ്പൊ ആ ഒരു എണ്ണയും കൂടി എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ ഓയിലിന്റെ അളവിലും വളരെയധികം വർധനവ് വരുമ്പോഴത്തേക്കും ഈ നശിച്ചു പോയ, ഈ മരിച്ചിട്ടുള്ള ഈ ഒരു കോശങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ഹെയറിൽ നിന്നും പോകാതെ അത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പറ്റിച്ചേർന്ന് ഇരിക്കും. അതാണ് ഡാൻഡ്രഫ്. ഡാൻഡ്രഫ് കുറച്ചുകൂടി വലിയൊരു പ്രശ്നമാകുന്നത് ഇൻഫെക്ഷനോടുകൂടി വരുമ്പോഴാണ്. അതായത് ഫംഗസ്, നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഈസ്റ്റ് പോലുള്ള ഒരു ഫംഗസ് ഉണ്ട്, മെലാസേസിയെ ഗ്ലാബോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസ് ഉണ്ട്, ഈസ്റ്റ് പോലുള്ള ഒരു ഫംഗസ്. അപ്പം ഈ ഒരു ഫംഗസ് കുറച്ചുകൂടി അധികമാകുമ്പോഴത്തേക്കും ഈ ഒരു ഫംഗസും ഈ ഒരു കോശങ്ങളും കൂടി കുറച്ചുകൂടി ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ പറയുന്ന അസഹ്യമായിട്ടുള്ള ഒരു ചൊറിച്ചിലും മുഖത്ത് കുരുക്കളും കക്ഷത്തില് കുരുക്കളും മുതുകില് കുരുക്കളും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം 2016 ഒരു പഠനം പറയുന്നതാണ് ഫംഗസ് മാത്രമല്ല ബാക്ടീരിയാസും, പ്രൊപ്പിയോണിൽ ബാക്ടീരിയ, സ്റ്റെഫൈലോകോക്കസ് ബാക്ടീരിയ, അത്തരത്തിലുള്ള ഒരു ബാക്ടീരിയാസും ഈ ഡാൻഡ്രഫിന് കാരണമാകുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഇതാണ് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഡാൻഡ്രഫിൽ നിന്നുള്ള ഒരു മോചനം നേടാനായിട്ട് കഴിയുക? ഈ ഒരു കോശങ്ങൾ അല്ലെ, ഈ ഒരു കോശങ്ങളും ഉണ്ട്, അതേപോലെ ബാക്ടീരിയാസും ഫംഗസും ഉണ്ട്, അതിനെ നീക്കം ചെയ്യണം അല്ലെ. ഈ പോയിക്കൊണ്ടിരിക്കുന്ന കോശങ്ങൾ നമ്മുടെ തലയിൽ നിന്നും, തലനാരിൽ നിന്നും, മുടിനാരിൽ നിന്നും നമ്മൾ യഥേഷ്ടം അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഡാൻഡ്രഫിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഈ ഒരു ഡാൻഡ്രഫിന്റെ ഒരു പരിഹാരമാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ നിങ്ങൾക്ക് നൽകുന്നത്. ഇപ്പം ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് കെയർ ഷാംപൂവിൽ ഉണ്ടായതുപോലെ തന്നെ സോഡിയം ലോറൈൽ ഈഥർ സൾഫറും അതേപോലെ തന്നെ
കോകാമിഡോപ്രൊപ്പൈൽ ബീറ്റേനും ഉണ്ട്. അപ്പം ആദ്യത്തേത് പാം ഓയിൽ നിന്നും കോക്കനട്ട് ഓയിൽ നിന്നും എടുത്തിട്ടുള്ളതായിരുന്നു നമ്മുടെ സോഡിയം ലോറൈൽ. ഇത് കോക്കനട്ട് ഓയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ തലമുടിയിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. സിലിക്കോ ഗ്വാർ ഫോർമുലയും ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ്. അതിനു പുറമെ ഇതിൽ എന്താണുള്ളത്? നാച്ചുറൽ ഓയിൽ, 3 നാച്ചുറൽ ഓയിലും കൂടിയിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് കെയറിൽ നിന്നും അപേക്ഷിച്ച് ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേതാണ് ചെമ്പരത്തിയിലുള്ള എണ്ണ. പണ്ട് മുതലേ അല്ലേ മുത്തശ്ശിമാരൊക്കെ പറയാറുള്ളതാണ് ചെമ്പരത്തി താളി തേച്ചിട്ട് കുളിക്കുക എന്നുള്ളത്. അപ്പം അതിനൊരു ആന്റി ബാക്ടീരിയൽ കർമ്മമാണ് ഉള്ളത്. ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ കർമ്മങ്ങളൊക്കെ ഉണ്ട്. ചൊറിച്ചിലിനെയൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെയുള്ളതാണ് ലൈം ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങയിൽ നിന്നുള്ള ഒരു ഓയിൽ. അപ്പൊ അതിനും എന്താണ്? ആന്റി ബാക്ടീരിയൽ കർമ്മമാണ് ഉള്ളത്. അപ്പം ആ ഒരു ചൊറിച്ചിലും ഒക്കെ മാറ്റി നമ്മുടെ തലമുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു തിളക്കത്തെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇതിൽ കുറച്ച് ആന്റി ഡാൻഡ്രഫും ആന്റി ഇച്ചിങ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ്സും ഇതിൽ ചേർന്നിട്ടുണ്ട്. അതേപോലെ 2 പകരം 4 കണ്ടീഷണേഴ്സും കൂടി ചേർന്ന് വന്നിട്ടുള്ളതാണ് ആന്റി ഫംഗൽ ആക്റ്റീവ്സും ഉണ്ട്. അപ്പൊ ഫംഗൽ ഞാൻ പറഞ്ഞു, ഫംഗസിന്റെ അല്ലെ യോജിച്ച് അല്ലെ ഫംഗസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടും കൂടിയിട്ടാണ് ഈ ഡാൻഡ്രഫ് കുറച്ചുകൂടി പ്രശ്നമായിട്ട് വരുന്നത് എന്ന്. അപ്പം അതിനും വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ട് ആന്റി ഫംഗൽ ആക്റ്റീവും കൂടിയിട്ടാണ് ഉള്ളത്. ഇനി എന്താണ് ഇതിന് ബാക്കിയുള്ള ഷാംപൂസിനെ അപേക്ഷിച്ച് ഈ ഒരു ഷാംപൂവിൽ ഉള്ളത്? ആദ്യത്തേത് ഇതില് അല്ലെ ഭയങ്കര ഒരു കോമ്പിനേഷൻ, 3 ഹെർബൽ ഓയിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ടീ ട്രീ ഓയിൽ, ലൈം ഓയിൽ, ഹിബിസ്കസ് ഓയിൽ, ചെമ്പരത്തി വെളിച്ചെണ്ണ അല്ലെ ചെമ്പരത്തിയിൽ നിന്നുമുള്ള ഓയിലുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ മാർക്കറ്റിലുള്ള കണ്ടീഷണേഴ്സ് ഷാംപൂസിൽ 2 കണ്ടീഷണേഴ്സ് ആണ് മാക്സിമം ഉപയോഗിക്കുക. പക്ഷെ നമ്മുടെ ഇതില് 4 കണ്ടീഷണേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള അതായത് ആന്റി ഡാൻഡ്രഫ്, ആന്റി ഇച്ചിങ്, ആന്റി ഫംഗൽ ആക്റ്റീവ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളത് പ്ലസ് നാച്ചുറൽ ആയിട്ടുള്ളതും ഒക്കെ ചേർത്ത് വരുന്ന ഒരു ഷാംപൂവും നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കാനായിട്ട് കിട്ടില്ല നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട്. എന്തൊക്കെയാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്? ഇത് എല്ലാ ടൈപ്പ് ഓഫ് ഹെയർ ടൈപ്സിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹെയർ ഫോളിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം തരുന്ന